ഗൈസ്, നമുക്കിന്നൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ടേബിൾ ഡെക്കോർ ആയിട്ടുള്ളൊരു ട്രീ ആണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയ ട്രീ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വേണമെങ്കിൽ നമുക്ക് സെയിം മെത്തേഡിൽ തന്നെ വലിയ ട്രീ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചാർട്ടും 2 ഗാർലൻഡും ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ചാർട്ട് ഇതേപോലെ ഒന്ന് കോണാക്കി മടക്കിയിട്ട് അതിൻ്റെ അടിയിലൊന്ന് കട്ട് ചെയ്തിട്ട് ഒപ്പാക്കി കൊടുക്കണേ. എന്നിട്ട് ഇതേപോലെ ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ട് മുകളിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗാർലൻഡ് ചുറ്റുമ്പോൾ ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഗാർലൻഡ് ചുറ്റാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ചുറ്റുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ ചുറ്റാൻ ശ്രദ്ധിക്കണേ, എങ്കിലേ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കാണാൻ മൊത്തത്തിലൊരു വൃത്തി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഇടയിലൊക്കെ ഇതേപോലെ ഡബിൾ സൈഡ് ടേപ്പ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഒന്നും കൂടെ സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചുറ്റി വരുമ്പോൾ മാത്രം, അതിൻ്റെ അടുത്തെത്തുമ്പോൾ മാത്രമേ ഇങ്ങനെ അതിൻ്റെ മുകളിലുള്ള സ്റ്റിക്കർ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അതെല്ലാം പാടെ ഒട്ടിപ്പിടിക്കും. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഗാർലൻഡ് ഇവിടെ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗാർലൻഡ് ചുറ്റി കഴിയുന്ന എൻഡിലും ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണേ. അതേപോലെ അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നവിടെയും ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു ഗാർലൻഡ് ഉണ്ടല്ലോ, അത് കറക്റ്റ് നമ്മുടെ ട്രീൻ്റെ ഒരു മെറ്റീരിയൽ ഇല്ലേ, അതേപോലത്തെയാണ്. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് ട്രീ ഉണ്ടാക്കി കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. ഞാനാണെങ്കിൽ എല്ലാ വർഷവും ക്രിസ്മസിന് ഇതേപോലെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാറുണ്ട്. എന്നിട്ട് ഈ ഗാർലൻഡൊക്കെ സൂക്ഷിച്ചെടുത്ത് വെക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്താലും നമുക്കിത് ഈസി ആയിട്ട് തന്നെ അഴിച്ചെടുക്കാനും പറ്റും. ഈ ഗാർലൻഡ് ഞാൻ പുതിയതായിട്ട് വാങ്ങിയതാണ്, പക്ഷേ മുൻപ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗാർലൻഡും എൻ്റെ കയ്യിലുണ്ട്. ഈ പ്രാവശ്യം ടേബിളിൽ വെക്കാനൊരു ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗാർലൻഡ് വാങ്ങിയത്. അങ്ങനെ നമ്മുടെ ഗാർലൻഡ് ഫുള്ള് ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ട്രീ കാണാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാൻ, ഞാനിവിടെ കുറച്ച് സിൽവർ ബോൾസ് മാത്രമേ ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ മൊത്തത്തിലൊരു 100 രൂപയാണ് ഇതിന് ചിലവുള്ളൂ. അപ്പോൾ 100 രൂപയ്ക്ക് നമ്മൾ ഉണ്ടാക്കിയ ട്രീ ആണ് ഇത്. പിന്നെ ഇതേപോലെയുള്ള ഫ്ലവർ മേക്കിങ്ങിൻ്റെ കമ്പിയിൽ കോർത്തിട്ടാണ് ഞാനിതിലോട്ട് ഹാങ് ചെയ്യാൻ പോകുന്നത്. നോർമൽ ട്രീയിലാണെങ്കിൽ നമുക്ക് തൂക്കിയിട്ടാൽ മതിയല്ലോ, പക്ഷെ ഇതിലങ്ങനെ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ കമ്പിയിൽ കോർത്ത് ഒരു എസ് പോലെയൊക്കെ ആക്കിയിട്ട് നമ്മളിങ്ങനെ ഹാങ് ചെയ്യാണ് ചെയ്യുന്നത്. അത് നല്ല സേഫായിട്ട് തന്നെ അവിടെ നിന്നോളും. ആൻഡ് ഇപ്പോൾ നമ്മുടെ ട്രീ ഇങ്ങനെയാണുള്ളത്. പിന്നെ ഞാൻ ലൈറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. രാത്രി ഇത് കാണാൻ ഇങ്ങനെയാണുള്ളത്. ശരിക്കും ലൈറ്റാണ് ഫസ്റ്റ് ചുറ്റേണ്ടത്, പക്ഷേ ഞാനെപ്പോഴും ലൈറ്റ് ലാസ്റ്റാണ് ചുറ്റാറ്. അപ്പോൾ നിങ്ങൾക്ക് ട്രീ ഇഷ്ടമായോ?